രാമന്തളി പാലക്കോട് അഴിമുഖം മത്സ്യബന്ധന വള്ളങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. അഴിമുഖത്തെ മണൽത്തിട്ടയിൽ ഇടിച്ച് മറിയുകയാണ് വള്ളങ്ങൾ. 48 മണിക്കൂറിനുള്ളിൽ 2 വള്ളങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. മണലടിഞ്ഞ് അഴിമുഖം അടയുന്നതിന്റെ ദുരിതകഥയാണ് പാലക്കോട് പുതിയങ്ങാടി ഹാർബറുകളിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും പറയാനുള്ളത്. ബുധനാഴ്ച രാവിലെയും മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് നിരവധി മത്സ്യത്തൊഴിലാളികൾ കടലിൽ തെറിച്ചു വീണിരുന്നു. വ്യാഴാഴ്ച രാവിലെയും സമാനമായി മറ്റൊരു വള്ളം ഇവിടെ അപകടത്തിൽപ്പെട്ടു. വള്ളത്തിൽ നിന്നും തെറിച്ചു വീണ 4 തൊഴിലാളികൾ 100 മീറ്റർ അകലെയാണ് നീന്തിക്കയറിയത്. പാലക്കോട് അഴിമുഖം മണലടിഞ്ഞ് അടയുന്നതിനെക്കുറിച്ച് കണ്ണൂർ വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പുലിമുട്ട് നിർമ്മാണമാണ് ഇതിന് ഏക പരിഹാരം. 13 മാസം കൊണ്ട് പൂർത്തിയാകും എന്ന് പറഞ്ഞ് ആരംഭിച്ച പുലിമുട്ട് നിർമ്മാണം 4 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. നിലവിലുള്ള പുലിമുട്ടിന്റെ നിർമ്മാണം പൂർത്തിയായാലും പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. ഇടുങ്ങിയതും ശാന്തവുമായ പാലക്കോട് പുഴയ്ക്ക് ഇത്ര വീതിയിൽ തുറക്കുന്ന പുലിമുട്ടുകൾ അനാവശ്യമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത് ഒരു കൊല്ലം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കൊല്ലാകുമ്പോഴേക്ക് വീണ്ടും വരുന്നത് ഇതേ മണൽത്തിട്ട് തന്നെയാണ്. ഇത് ഏറ്റവും കൂടുതൽ അബദ്ധം കാണിച്ചു തന്നെയാണ് ഈ കോൺട്രാക്ടർമാരാണ്. ഈ പുളിമുട്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല വേണ്ടത്. ഈ പുഴയുടെ ഒഴുക്കാണെങ്കിൽ ചെറിയ നേരിയ രീതിക്ക് ഒഴുകുന്ന ഒരു പുഴയും കൂടിയാണിത്. ഇവര് ഒരുപാട് കൊല്ലം കഴിഞ്ഞ് പഠനം നടത്തിയെന്നാണ് പറയുന്നത്. പഠനം നടത്തിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യക്തികളെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. അവർ കൊടുത്ത എസ്റ്റിമേറ്റിന്റെ രീതിക്ക് മാത്രമേ ഈ പണി തുടങ്ങൂ എന്നാണ് ഇവിടെ നിൽക്കുന്ന എഞ്ചിനീയർമാരോട് ചോദിച്ചത് അവർ തന്ന മറുപടി. അതായത് വെള്ളത്തിന്റെ ഒഴുക്ക് നിങ്ങളിപ്പം കാണുന്നില്ല. ഈ വെള്ളം വന്നിട്ട് അടിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ എന്താ ഇവിടെ ഈ കാണുന്നത് ഇവിടെ ഈ തിരിച്ചു വെച്ച ഈ സംഭവം തന്നെയാണ് ഏറ്റവും വലിയ ഇടങ്ങാറാക്കിയത്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാക്കി മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടാക്കിയ സംഭവമാണ് ഇത് ഈ കിടക്കുന്നത്. ഒരു വണ്ടി പോകേണ്ട ഗ്യാപ്പാണെങ്കിൽ ഏകദേശം ഇത് ചെറിയൊരു റോഡ് കണക്കെ വേണ്ടത്. ഇതൊരു വണ്ടി തിരിക്കാനായിട്ട് ഇട്ടത് വെള്ളം ശരിക്കും വന്ന് അടിക്കുന്ന സ്ഥലത്താണ് ഇതുള്ളത്. പുതിയങ്ങാടിയിലെയും പാലക്കോടെയും കടൽ കോടതി ഗ്രൂപ്പുകൾ സ്വന്തം കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയിലേറെ ചെലവിട്ട് അഴിമുഖത്ത് അടിഞ്ഞ മണൽ നീക്കം ചെയ്യാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. ഈ മാസങ്ങളിൽ മത്സ്യബന്ധനം സാധിക്കാതിരുന്നാൽ കടുത്ത സാമ്പത്തിക ബാധ്യതയാകും മത്സ്യത്തൊഴിലാളികൾക്കും ബോട്ടുടമകൾക്കും ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.